ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ബംഗ്ലാദേശ് ട്രൈബ്യൂണൽ. അവാമി ലീഗ് ഭരണകാലത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുവെന്ന് ആരോപിച്ചാണ് നടപടി. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഷെയ്ഖ് ഹസീനയ്ക്കെതിരായ മനുഷ്യത്വരഹിതമായ നടപടികൾ നിലവിലുള്ള ബംഗ്ലാദേശ് സർക്കാർ അവസാനിപ്പിക്കുന്നില്ല. അതിൻ്റെ ഭാഗമാണല്ലോ ബംഗ്ലാദേശ് ട്രിബ്യൂണൽ ഇപ്പോൾ ഷെയ്ഖ് ഹസീനയ്ക്ക് അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിട്ടുള്ളത്. ഷെയ്ഖ് ഹസീന നിലവിൽ ഭാരതത്തിൽ തന്നെയല്ലേ തുടരുന്നത്? ഗൗതം അനന്തനാരായണൻ. വിനോദ്, നിലവിൽ ഷെയ്ഖ് ഹസീന ഭാരതത്തിൽ തന്നെയാണ് അഭയം തേടിയിട്ടുള്ളത്. ഭാരതത്തിൽ നിന്നും ഇവരെ വിട്ടു നൽകണമെന്നാവശ്യപ്പെട്ട് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയത്തെ അടുത്തിടെ സമീപിച്ചിരുന്നു. പക്ഷേ ഷെയ്ഖ് ഹസീനയെ നിലവിലെ ബംഗ്ലാദേശിലെ സാഹചര്യത്തിൽ അവിടേക്ക് അയക്കാൻ ഭാരതം ഒരുക്കമല്ല. കാരണം തിരിച്ച് ഇപ്പോഴത്തെ ഈ ഇസ്ലാമിക ഭരണകൂടം അവിടെ വലിയ തോതിലുള്ള അതിക്രമം നടത്തുന്ന ഈ ഘട്ടത്തിൽ ഷെയ്ഖ് ഹസീനയെ അവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ ബാക്കിയുണ്ടാകുമോ എന്ന വലിയ ചോദ്യചിഹ്നങ്ങൾ ഉയരുന്നുണ്ട്. അതിനാൽ തന്നെ ബംഗ്ലാദേശിന്റെ ആ ആവശ്യത്തോട് ഭാരതം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോൾ രണ്ടാമത്തെ അറസ്റ്റ് വാറന്റാണ് ബംഗ്ലാദേശ് ട്രൈബ്യൂണൽ ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ പുറപ്പെടുവിച്ചിരിക്കുന്നത്. നേരത്തെ ഒരു അറസ്റ്റ് വാറന്റ് ഇതിന് മുൻപ് നൽകിയിരുന്നു. ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത് അവാമി ലീഗിന്റെ ഭരണകാലത്ത്, അതായത് 2009 മുതൽ തുടർച്ചയായ അവാമി ലീഗാണ് അടുത്ത കാലത്ത് ഓഗസ്റ്റ് 5 തീയതി വരെ അവിടെ ഭരണത്തിലുണ്ടായിരുന്നത്. ആ സമയത്ത് വലിയ മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ അവിടെ നടന്നു എന്നതാണ് ഇപ്പോഴത്തെ ഭരണകൂടത്തിന്റെ ആരോപണം. നമുക്കറിയാം, നിലവിൽ നടക്കുന്നത് പോലെയുള്ള അതിക്രമങ്ങൾ അടുത്ത കാലത്ത് ബംഗ്ലാദേശിൽ നടന്നിട്ടില്ല. മാത്രമല്ല, ഷെയ്ഖ് ഹസീന ഭരിക്കുന്ന കാലത്ത് കുറെയെങ്കിലും മതേതര നിലപാടുകൾ ബംഗ്ലാദേശ് ഉയർത്തിപ്പിടിച്ചിരുന്നു. മതനിരപേക്ഷതയ്ക്ക് എന്തെങ്കിലുമൊക്കെ വില അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അത് ഷെയ്ഖ് ഹസീനയുടെ ഭരണകാലത്തായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക ഭീകരവാദികൾ അവിടെ വലിയ അതിക്രമം നടത്തുകയാണ്. അതിനാൽ തന്നെ ഈ ട്രൈബ്യൂണൽ പക്ഷേ ആരോപിക്കുന്നത് ഷെയ്ഖ് ഹസീന ഭരിച്ച കാലത്ത് മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ ഉണ്ടായി. ഒപ്പം അടുത്ത കാലത്ത് ഷെയ്ഖ് ഹസീനയ്ക്കെതിരെ നടന്ന പ്രതിഷേധത്തെ വലിയ തോതിൽ ബംഗ്ലാദേശിലെ അവാമി ലീഗ് ഭരണകൂടം അടിച്ചമർത്തി. അത്തരം വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിചാരണ നേരിടണം എന്നതാണ് ട്രൈബ്യൂണലിന്റെ ആവശ്യം. ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് മുൻ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ രണ്ടാമത്തെ അറസ്റ്റ് വാറന്റ് ബംഗ്ലാദേശ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിൻ്റെ നടപടിക്രമം എങ്ങനെയായിരിക്കും ഗൗതം അനന്തനാരായണൻ? പ്രത്യേകിച്ചും ഒരു സർക്കാർ, പ്രത്യേകിച്ചും ബംഗ്ലാദേശ് സർക്കാരിൻ്റെ ട്രിബ്യൂണൽ ഇത്തരം അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിക്കുമ്പോൾ ഷെയ്ഖ് ഹസീന അവർ നമ്മുടെ സംരക്ഷണയിൽ ഭാരതത്തിൽ തുടരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു തുടർ നടപടി എങ്ങനെയായിരിക്കുമെന്നാണ് നമുക്ക് കരുതുക, ഗൗതം? വിനോദ്, ഇതിന്റെ ആദ്യ നടപടി എന്ന നിലയിലാണ് ബംഗ്ലാദേശിലേക്ക് ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകണമെന്നൊരു ആവശ്യം ബംഗ്ലാദേശ് ഭാരതത്തിന് മുൻപിൽ വെച്ചത്. പക്ഷേ അതിനോട് ഭാരതം സഹകരിച്ചിരുന്നില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് അതാണ്. അതായത് ഇപ്പോഴത്തെ ബംഗ്ലാദേശിന്റെ പശ്ചാത്തലത്തിൽ ഷെയ്ഖ് ഹസീനയെ അവിടേക്ക് അയച്ചു കഴിഞ്ഞാൽ പക്ഷേ അവരെ കൊലപ്പെടുത്താനൊക്കെയുള്ള വലിയ സാധ്യതയുണ്ട്. അത്തരം ആസൂത്രണം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഷെയ്ഖ് ഹസീനയെ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത് തന്നെ. അതിനാൽ ഭാരതം അതിനോട് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഒരുപക്ഷെ ഇതേ രീതിയിൽ ഭാരതം മുന്നോട്ട് പോവുകയാണെങ്കിൽ അന്താരാഷ്ട്ര ട്രൈബ്യൂണലിനെ സമീപിക്കുകയായിരിക്കും ഒരുപക്ഷെ ബംഗ്ലാദേശ് ചെയ്യുക. എന്നാൽ അങ്ങനെ ഒരു നീക്കമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ അത് വലിയ തോതിലുള്ള ഭിന്നതയ്ക്കും നയതന്ത്രപരമായ പ്രശ്നങ്ങൾക്കും കാരണമാകും. നിലവിൽ ബംഗ്ലാദേശ് ഭരണകൂടം ഭാരതവുമായി ഒരു നയതന്ത്ര യുദ്ധത്തിന് ശ്രമിക്കത്തില്ല. നമുക്കറിയാം, ബംഗ്ലാദേശിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കെല്ലാം വലിയ സഹായം നൽകുന്ന ഒരു രാജ്യം ഭാരതമാണ്. ഒപ്പം ബംഗ്ലാദേശുമായി അതിർത്തി പങ്കിടുന്നൊരു ദേശമാണ്. അതിനാൽ ഭാരതവുമായ ഒരു നയതന്ത്ര യുദ്ധത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വലിയ തിരിച്ചടിയായി മാറുമെന്ന ബോധ്യം ബംഗ്ലാദേശിന് നിലവിലുണ്ട്. അതിനാലാണ് ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കങ്ങൾ മാത്രമായി ഒതുങ്ങുന്നതിന്റെ കാരണം അതാണ്. ഒരുപക്ഷെ പിന്നീട് അന്താരാഷ്ട്ര ട്രൈബ്യൂണലിനെ വല്ലതും സമീപിക്കുമോ എന്നത് സംബന്ധിച്ച് നമുക്കൊരു വ്യക്തതയില്ല. എന്തായാലും ഈ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കാൻ മാത്രമേ നിലവിൽ ബംഗ്ലാദേശിന് സാധിക്കത്തുള്ളൂ. അതല്ലെങ്കിൽ ഭാരതത്തിന്റെ സഹകരണത്തോടെ ഷെയ്ഖ് ഹസീനയെ കൈമാറേണ്ടി വരും. നിലവിൽ അങ്ങനെ ഒരു തീരുമാനം ഭാരതത്തിന്റെ സർക്കാർ എടുക്കുന്നില്ല. അത്തരം ഒരു തീരുമാനം ഭാവിയിലും എടുക്കുമെന്ന് കരുതാൻ സാധിക്കത്തില്ല. വളരെ വ്യക്തമാണ്. ഷെയ്ഖ് ഹസീനയ്ക്ക് വീണ്ടും അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചത് ബംഗ്ലാദേശ് ട്രൈബ്യൂണലാണ്. അവാമി ലീഗ് ഭരണകാലത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നുവെന്ന് ആരോപിച്ചാണ് ഈ നടപടി. എന്നാൽ ഷെയ്ഖ് ഹസീന ഇപ്പോൾ ഭാരതത്തിൽ സുരക്ഷിതയായി ഭാരതത്തിൽ തുടരുകയാണ്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗൗതം അനന്തനാരായണൻ.